ഹായ്, എല്ലാ സുന്ദരന്മാർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഓർക്കുണ്ടാവില്ല, കഴിഞ്ഞ ദിവസം ആ കരഞ്ഞു വിളിച്ചിരുന്ന തള്ളയാണ് ഈ വന്നിരിക്കുന്നതെന്ന്. ഞാനങ്ങനെ എനിക്കധികം ദുഃഖിച്ചിരിക്കാനൊന്നും അറിയില്ല. എനിക്കെപ്പോഴും സന്തോഷിച്ചിരിക്കാനാണ് ഇഷ്ടം. സന്തോഷിച്ച് ചിരിച്ച് നല്ല ഹാപ്പി ആയിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ലൈഫ് മുഴുവനും എനിക്ക് ദുഃഖമാണെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ദുഃഖമാണെങ്കിലും എനിക്ക് സന്തോഷിക്കാനാണ് ഇഷ്ടം. കുറച്ച് നേരമൊക്കെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെയൊക്കെ ദുഃഖിച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ജീവിത ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ചിലവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം മുഴുവനും കറങ്ങി നടന്നേനെ. അങ്ങനെ എൻ്റെ സ്വഭാവം. അപ്പം ഇപ്പം ഞാൻ പറയുന്നത് എന്താണ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അതേപോലെ കഴിഞ്ഞ ദിവസം എൻ്റെ ദുഃഖത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. എനിക്ക് ലൈക്ക് ചെയ്തവരും കമൻറ്റ് ചെയ്തവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാ സുന്ദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചപ്പോഴുണ്ടല്ലോ, ഞാൻ ഡെയിലി മൈ ലൈഫ് ചെയ്യാൻ ആഗ്രഹിച്ചത്. കാരണം എനിക്കതേ ചെയ്യാൻ അറിയുള്ളൂ. വേറെ എന്തുവാ, എനിക്ക് തുള്ളാനും ചാടാനും പാടാനും എന്നുള്ള കഴിവേ എനിക്കില്ല. പിന്നെ അധികം ഞാനങ്ങനെ പുറത്ത് പോകാറോ അല്ലെങ്കിൽ അങ്ങനെ കറങ്ങി അങ്ങനെയൊന്നുമില്ല. വീട്ടിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കെട്ടിയാനാണ് ചെയ്യുന്നത്. പിന്നെ കൂടി വന്നാൽ സ്കൂൾ വരെ, പിള്ളേരുടെ സ്കൂൾ വരെ ഒന്ന് പോകും. അത് സ്കൂളിൽ പോകുന്ന എന്താ കാണിക്കാനാണ് അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാനോർത്ത ഡെയിലി മൈ ലൈഫ് കാണിക്കുന്നതല്ല ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഉത്തർപ്രദേശിലെ ലൈഫ് സ്റ്റൈലും ഇവിടുത്തെ ആഹാര രീതികളും പിന്നെ ഇവിടുത്തെ ഫെസ്റ്റിവൽസുകളും ബസാറും അങ്ങനെ കാണിക്കാനൊക്കെ ഡെയിലി മൈ ലൈഫിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചിരുന്നത്. അത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഈ പരിപാടി അത്ര വലിയ നിസ്സാരമായ കാര്യമൊന്നുമില്ല. കാരണം ഈ മൊബൈലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കണ്ടേ. ഒന്നുകിൽ ആരെങ്കിലും ഇത് പിടിച്ചു തരാനായിട്ട് വേണ്ടേ. ഇവിടെ ആണെങ്കിൽ പിള്ളേർ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, വേറെ ആരും ഇല്ലേന്താണ് മൊബൈലും കൊണ്ട് എൻ്റെ പുറകെ നടക്കാനും. പിന്നെ ഇത് ഫിറ്റ് ചെയ്ത് എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചാൽ മൊബൈൽ താഴെ വീഴുമ്പോൾ, ഒന്നാമത്തെ ഒരു പാട്ട് മൊബൈലാണ്, 6-8 വർഷമായ മൊബൈൽ. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കഥ കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇതൊക്കെ മേടിക്കാൻ ഐപോഡൊക്കെ വേണ്ടേ, അല്ല ട്രൈപോഡൊക്കെ വേണ്ടേ, മൊബൈലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ. അതൊന്നും മേടിക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനോർത്ത് എൻ്റെ ദൈവം ഇനി ഞാൻ എന്തോ ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ബുദ്ധി വന്നത്. പിന്നെ എന്തുവായാലും എൻ്റെ ചാനലിനൊരു അടിസ്ഥാനം വേണ്ടേ, ഒരു ഫൗണ്ടേഷൻ വേണ്ടേ. അപ്പോൾ ഞാൻ ഒത്തുന്ന എൻ്റെ ലൈഫ് സ്റ്റോറി എല്ലാം അങ്ങ് പറയാമെന്ന് വിചാരിച്ച്. ലൈഫ് സ്റ്റോറി പറഞ്ഞ് അതെല്ലാം അങ്ങ് തീർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ട്രൈപോഡ് മേടിക്കാനായിട്ടുള്ള പൈസ എൻ്റെ അമ്മ തന്നു എനിക്ക്. ഞാനോർത്ത് എൻ്റെ തമ്പുരാൻ എന്നെ കാത്തല്ലോ, എനിക്കിനി എൻ്റെ കഥകളെല്ലാം തീരുകയും ചെയ്ത് ഈ മൊബൈലും കൊണ്ട് എൻ്റെ കുറേ ഈ വീടിനകത്തൂടെല്ലാം നടക്കാൻ എൻ്റെ കൂടെ ആരും ഇല്ലേം താനും. ഞാൻ എന്ത് ചെയ്യുന്നു വിഷമിച്ചിരുന്നപ്പോഴും എനിക്ക് ട്രൈപോഡ് മേടിക്കാനായിട്ട് എൻ്റെ അമ്മ പൈസ തന്നു. അങ്ങനെ ഏതായാലും ഞാൻ ഒരെണ്ണം മേടിച്ച് ഇപ്പം ഞാൻ വളരെ ഹാപ്പിയായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയും അടുത്ത ദിവസം മുതൽ ഡെയിലി മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും മുമ്പോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ അടുത്ത ദിവസം മുതൽ ഞാൻ ഡെയിലി മൈ ലൈഫുമായിട്ട് വരും, പുതിയ രൂപത്തിലും ഭാവത്തിലും. എൻ്റെ കഥകളൊക്കെ ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലൊന്നും എനിക്ക് എൻ്റെ കഥകളൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടല്ല ഈ മൊബൈൽ ക്യാമറ, സത്യമായിട്ട് ഞാനൊരു ഫോട്ടോ പോലും എടുക്കാത്ത ആളാണ്. അങ്ങനെയുള്ള ഞാൻ ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് വന്ന് പറയാനൊക്കെ എനിക്ക് വല്ലാത്ത ടെൻഷനും പേടി എന്തുവാണെന്നറിയത്തില്ല. നിങ്ങൾക്കറിയില്ലേ എന്തുമായിരിക്കും ആ ഫീലിംഗ് എന്ന്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കഥകളൊന്നും ശരിക്കും നന്നായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറയാനായിട്ട് കഴിഞ്ഞില്ല ഇനിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡെയിലി മൈ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്നെ സപ്പോർട്ട് ചെയ്യണം.
ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും